ഗുരുദേവൻ്റെ ആത്മോപദേശത്തിൽ ശതകത്തിലെ 66-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറയുണ്ടായി, കാരണം സ്വരൂപത്തെ നാം കണ്ടറിയുന്നില്ല. നാം ഉണർന്നാൽ മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. ഉണരുന്നവന് മാത്രമേ ഉള്ളിലുള്ള ആ അറിവിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അറിവരില്ല, അതിരറ്റതാകയാൽ. അത് അതിരറ്റത് ആയതുകൊണ്ട് അറിവരില്ല. ഈ അരുമയെ ആരറിയുന്ന അഹോ വിചിത്രം എന്നാണ് പറയുന്നത്. ഈ അരുമയെ അതുകൊണ്ട് ആരും തന്നെ അറിയുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ വിശാലമായ അതീത വിദ്യാനിധി തെളിയുന്നത് അതിവിശദമായ സ്മൃതി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഗുരു വീണ്ടും വീണ്ടും നമ്മൾക്ക് ആ തത്വം ഉറയ്ക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും വീണ്ടും ആ സത്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ഇര മുതലായവ എന്നും ഇപ്രകാരം വരുമിനിയും വരവറ്റ് നിൽപ്പതേകം. അറിവത് നാമതു തന്നെ മറ്റും എല്ലാവരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു. ഇര മുതലായവ എന്നും ഇപ്രകാരം. നമുക്കിപ്പോൾ ഇവിടെ സമൂഹത്തിൽ എപ്പോഴും ഉള്ളതാണ് അത് ഇര. ഒരാൾ ഇരയാകുന്നു, ഭോജ്യമാകുന്നു. അതാണ് ഇര എന്ന് പറയുന്നത്. ഭോക്താവ് ഒരാളിനെ ആക്രമിക്കുന്നു. അപ്പോൾ ഭോക്താവും ഇരയും ഭോജ്യവും ഇവിടെയുണ്ട്. നമ്മുടെ ഉള്ളിലും ഇത് എല്ലാം ഉണ്ട്. ഭോക്താവ് കൊണ്ട് നമ്മളും ഇരയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭോജ്യത്തെ ഭുജിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നതിനാണ് ഭോജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഭോജ്യവും ഭോക്താവുമാണ്. ഭോക്താവ് എന്നിവിടെ പറയുന്നത് ജീവൻ തന്നെയാണ്. അതിൽ നിന്ന് ആദ്യം വരുന്നത് നിശ്ചലമായ തത്വത്തിൽ നിന്ന് ആദ്യമുണ്ടാകുന്ന ചലന ഊർജമാണ് പ്രാണൻ എന്ന് പറയുന്ന ജീവൻ. ആ ജീവന് പിറകിലോട്ട് നോക്കുന്നില്ല. അതിൻ്റെ അടുത്ത് നിന്ന് ആനന്ദത്തിൽ നിൽക്കുമ്പോഴും മുന്നോട്ടുള്ളൊരു നോട്ടമാണ്. ആ മുന്നോട്ടുള്ള നോട്ടത്തിലാണ് ഈ അഹങ്കാരവും ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ദേഹവും പ്രപഞ്ചവും കാണുന്നത്. അങ്ങനെ ആ ജീവൻ തടിച്ചു കൊഴുക്കുകയാണ്. പല പല കർട്ടൻ വന്ന് വീഴുകയാണ്. അതാണ് മറവ്. എല്ലാവരും ചോദിക്കും, എന്താണ് അവിദ്യ, എന്താണ് മറവ്, എന്താണ് മായ? വേറൊന്നുമില്ല. നമ്മുടെ കാഴ്ച മറച്ചുകൊണ്ട് ഇതെല്ലാം മുന്നിലേക്ക് നേർത്ത കർട്ടനാണ് വന്ന് വീഴുന്നത്. ചിലർക്ക് കട്ടിയായിട്ടുള്ള കർട്ടനാണ്. നേർത്ത കർട്ടനുള്ളവർ പെട്ടെന്ന് പിറകോട്ട് പോയി സത്യത്തിൽ അലിഞ്ഞു വരും. അത് ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങളിലൂടെ അവർ നേടിയെടുത്ത കഴിവുകൊണ്ടാണ്. ഇവിടെ എല്ലാം അവർക്ക് തൃപ്തിയായിട്ട് ജീവിതത്തിൽ എല്ലാം കിട്ടി, പക്ഷേ അവർക്ക് അസംതൃപ്ത. ബുദ്ധൻ അങ്ങനെയാണ്. രാജാവായിരുന്നു. രാജകുമാരനായിട്ടുള്ള എല്ലാ സുഖമായിട്ട് രാജാവായിട്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇതിലൊന്നും തൃപ്തിയില്ല. അപ്പോൾ തൃപ്തിയില്ലായ്മയാണ് വിരക്തി എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ നയിക്കുന്ന ജീവിതം തൃപ്തമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിത് തേടിപ്പോകില്ല. ആ തൃപ്തി തോന്നാത്തത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആർജിച്ച 80 വരെ എണ്ണിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൗകികമായ എല്ലാ സുഖം കിട്ടുകയാണെങ്കിലും നമുക്കത് ഈ സുഖം തോന്നില്ല. എല്ലാ സുഖങ്ങളും ഉണ്ട്, ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഇതല്ല നേടേണ്ടത്, ഇതല്ല ജീവിതം എന്നൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നതായി നമുക്ക് അനുഭവപ്പെടുകയും നമുക്ക് അസംതൃപ്തി തോന്നുകയും ചെയ്യുന്നു. ആ അസംതൃപ്തിയാണ് വിരക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് തൃപ്തി തോന്നും. നമ്മൾ നേടേണ്ടത് നേടുന്നു ഒരു തോന്നൽ നമുക്കുണ്ടാകും. അങ്ങനെയുള്ളവരാണ് പെട്ടെന്ന് ഈ കർട്ടൻ മാറ്റി ഉള്ളിലേക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ്. ഒരു രൂപത്തെയും നിങ്ങൾ ദൈവമായിട്ട് കരുതരുത്. ആ ദൈവമായിട്ടുള്ള രൂപത്തിൽ ഇവിടെ വന്ന് പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ പറഞ്ഞു തരാനോ വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറമാണ് ദേവരൂപം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ, ആ രൂപം നിങ്ങൾക്ക് മേരുപർവ്വതത്തെ പോലെ തടസ്സമുണ്ടാക്കിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ട് ഒന്നിലും മനസ്സുറപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒന്നൊന്നും അല്ല.
അലിഞ്ഞു ചേരാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. കടലിൽ വെള്ളത്തുള്ളി എങ്ങനെയാണോ അലിയുന്നത് അതുപോലെ നമുക്ക് അലിയാം, അല്ലാതെ കാണാൻ പറ്റുകയില്ല. അതാണ് ഇര മുതലായവയെന്നും ഇപ്രകാരം വരും. ഇര മുതലായവ, ഇര എന്ന് വെച്ചാൽ ഭോജ്യം, ഭോക്താവ്, ഇപ്രകാരമുള്ളതെല്ലാം വരും, ഇനിയും വരും. പരവറ്റ് നിൽപ്പതേകം, ഏകം മാത്രം, ഒന്ന് മാത്രം വരവറ്റ് നിൽക്കും. അതിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പ്രകാശത്തിലാണ് നമ്മൾ, ചിതാകാശത്തിലാണ്. ഇവിടെ ഇപ്പോൾ ആകാശമുണ്ട്, ആകാശതത്വമുണ്ട്. അതേപോലെ ആ ചിതാകാശത്തിൽ, ഞാൻ ആകാശത്തിലാണ് നാം നിൽക്കുന്നത്. അതെപ്പോഴും ഒരേപോലെ ആയിരിക്കും, ഏകമായിരിക്കും, വ്യത്യാസമൊന്നുമില്ല. ബാക്കിയുള്ളതെല്ലാം ആശയ എന്ന രൂപത്തിൽ, മറ്റൊരു രൂപത്തിൽ ഒക്കെ ഇവിടെ വന്നിട്ട് മാഞ്ഞു പോകും. ആ മാഞ്ഞു പോകുന്നതൊന്നും സത്യമല്ല. അവർ കണ്ടെത്തുന്നു, അവരുടെ ചിത്തം സത്യമാണ്. അവരാ സത്യത്തെ കണ്ടെത്തുന്നത് കൊണ്ട് അവരുടെ ചിത്തം ചിത്തമല്ല, അവരുടെ ചിത്തം സത്യമാണ്. അവരത് കണ്ടെത്തിയത് കൊണ്ട് ചിന്താമണി രത്നം അവർ സ്വായത്തമാക്കിയിരിക്കുന്നു. നമ്മുടെ ചിന്താമണി രത്നം നമ്മുടെ ഉള്ളിലുള്ളതാണ് ആ അറിവ്. അതിനെ നമ്മൾ തേടിയെത്തുമ്പോൾ, അതിൽ കുളിക്കുമ്പോൾ, കുളിച്ച് കയറുമ്പോൾ നമ്മൾ ഭയമൊന്നുമില്ലാത്തവരായി മാറുന്നു. തൃപ്തി നമുക്ക് കിട്ടുന്നു, നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. ആ രീതിയിലേക്ക് ഒരു ഉയർച്ച നമുക്കുണ്ടാകും. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തൃപ്തി, ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്നത്. അതിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അത് തേടാൻ വേണ്ടി, അതറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ലോകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ആ രീതിയിൽ ശരീരമായിട്ട് ആ നിശ്ചലമായ ആ ജീവൻ തടിച്ചു കൊഴുക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. നമ്മൾ ഓരോ സങ്കല്പത്തിൽ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ മകൻ എന്നോട് ഇന്ന രീതിയിൽ പെരുമാറണം, അവൻ പെരുമാറില്ല, അപ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. അവൻ എന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചു. അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങളാണ് നമ്മൾ ദുഃഖം ഉണ്ടാക്കിക്കുന്നത്. നമ്മൾ ആ സങ്കല്പത്തെ വിടുമ്പോൾ നമുക്ക് ദുഃഖമില്ലാതെ. അപ്പോൾ സങ്കല്പം എങ്ങനെയോ അതിനനുസരിച്ചാണ് ഇവിടെ നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്. ഈ ലോകത്ത് വരിക, നമ്മൾ കുറച്ച് കുട്ടികളെ വളർത്തി വിടുക, ഇതൊക്കെ ഉപേക്ഷിച്ച് പോകുക, ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നാം ഇവിടെ നിന്ന് പോകണം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഈ സത്യം അറിഞ്ഞിട്ട് പോകണം എന്നാണ് എല്ലാ ശാസ്ത്ര ഇതുപോലെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ മുഴുവനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ വസിഷ്ഠൻ ചോദിക്കുന്നുണ്ട് ശിവനോട്, എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത്? നമ്മൾ പൂജയ്ക്ക് വേണ്ടിയൊക്കെ വളരെയേറെ പോറ്റിമാർ നമ്മളെ നിന്ന് പൈസ നഷ്ടപ്പെടുത്താറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്, ഏതാണ് ദേവനെന്ന് ആദ്യം അറിഞ്ഞിട്ടല്ലേ ദേവാർച്ചനയെ പറ്റി പറയോ. ഇന്ന ദേവ ദേഹരൂപോഹി, ദേഹരൂപത്തിലുള്ള ഒരാളല്ല ദൈവം എന്ന് പറയുന്നത്. ഇന്ന ദേവ ചിത്തരൂപ, ചിത്തത്തിൽ ഉള്ള ഒരാളും ദൈവമല്ല. അകൃത്രിമം അനാത്യന്തം ദേവനം ദേവ ഉച്യതേ, അകൃത്രിമമായിട്ടുള്ളത്, ആദി, അല്ല, ആദി ഇല്ലാത്തത്, അന്തമില്ലാത്തതുമായിട്ടുള്ള അതാണ് ആ ദേവനം ആണ് ദേവൻ എന്ന് പറയുന്ന ഉച്ചത എന്ന് വെച്ചാൽ പറയപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന് ഒരു രൂപവുമില്ല, ദൈവത്തിന് ചിത്തമില്ല. ആ നിശ്ചലതയാണ് ദൈവമെന്ന് പറയുന്നത്. ആ നിശ്ചലമാണ് നാമം. നമുക്കതിൽ ചെന്ന് ചേരാൻ സാധിക്കും. അതിന് ചലനമില്ല, അത് വരികയും പോകുകയുമില്ല, അത് ഇങ്ങനെ നിലനിൽക്കുക മാത്രമേ. അതാണ് പറയുന്നത് വരവറ്റ് നിൽപ്പതേകം. അത് ഏകമായി വരവറ്റ്, ബാക്കി രൂപങ്ങളെല്ലാം, നാമരൂപങ്ങളെല്ലാം വരുന്നു പോകുന്നു. ഇത് വരികയുമില്ല പോകുന്നതുമില്ല, അത് നിശ്ചലമായി ഇങ്ങനെ നിൽക്കുകയാണ്. ചില ചിത്രങ്ങൾ നമ്മൾ ബോർഡിൽ വരച്ചിട്ട് മായ്ച്ചു കളയുന്നത് പോലെ ചിത്രകാരന് മായ്ച്ചു കളയാൻ പറ്റും. അപ്പോൾ നമ്മളും കാലം ആകുന്ന ആ പുരുഷൻ, ചിത്രകാരൻ നമ്മളെ മായ്ച്ചു കളയും. അപ്പോൾ ആ മായ്ച്ചു കളയുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം നേടിയെടുക്കണം. ഇവിടെയുള്ള ആ ചിന്താമണി രത്നത്തെ കാണുകയും അതിൻ്റെ കുളിർമ അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം.
നമ്മളത് നേടണം. അപ്പോൾ മാത്രമേ ജീവിതം ധന്യമായി തീരുന്നുള്ളൂ. അറിവത് നാം അത് തന്നെ. അറിവാണത്, നാം അറിവാണ്, ബോധമാണ് നാം. അറിവത് നാം അത് തന്നെ. ഒട്ടും നിങ്ങൾ സംശയിക്കേണ്ട, നാം ആ അറിവ് തന്നെയാണ്, നാം ആ ബോധം തന്നെയാണ്. അപ്പം നിങ്ങൾ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ആശയല്ല, ഞാൻ ആ ബോധമാണ് എന്ന്. എൻ്റെ അടുത്ത് നിൽക്കുന്നവരും ബോധമാണ്, എല്ലാവരും ബോധമാണ്. ഈ പ്രപഞ്ച രൂപം എല്ലാം, പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം അത് തന്നെയാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തൽ വേണം. അറിവത് നാം അത് തന്നെ, മറ്റ് എല്ലാവരും അതുതാൻ. മറ്റെല്ലാവരും, ചെടികളെ എല്ലാം ഗുരു ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു, മറ്റെല്ലാവരും, ജൈവവും അജൈവവുമായ എല്ലാത്തിനെയും അവർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും അത് തന്നെ, ആ ബോധം തന്നെ വടിവാർന്ന് നിന്നിടുന്നു. ഇവിടെ വടിവാർന്ന് നിന്നിടുന്നു, രൂപം സ്വീകരിച്ച് ഓരോരുത്തരും ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ മുഴുവനും ബൃഹത്തായ ആ ബ്രഹ്മത്തിൻ്റെ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെ ഓരോരുത്തരെയും നമ്മൾ നമസ്കരിച്ചു പോകും. അവർ നമ്മളെ അറിയുന്ന ഭാവം കാണിക്കുമ്പോൾ ആ ചെടികളെ നമ്മൾ തൊഴുതു പോകും. അപ്പോൾ ഓരോ മനുഷ്യനെയും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക. ഞാൻ തന്നെയാണ് അവൻ എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. കാരണം ഞാനെന്ന് പറയുന്നതും അവനും വേർതിരിവല്ല. അഭേദചിന്ത എപ്പോൾ വരുന്നു, അതാണ് ആശയും സങ്കല്പവുമാണ്, രണ്ട് പാമ്പുകളാണത്. അതുതന്നെയാണ് നമ്മുടെ ദോഷം. നമുക്ക് മനസ്സിൻ്റെ പൊത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം മനസ്സിൻ്റെ ഇത് ചെയ്യാനുള്ളത് മനസ്സുകൊണ്ട് മനസ്സിനെ ഇല്ലാതാക്കുക. മനസ്സിന് ഒരു കാൽഭാഗം ഒരു വാളായി നമ്മൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിൻ്റെ വൃത്തികെട്ട ഭാഗങ്ങളെ മുറിച്ച് കളയാനുള്ള ശക്തി ഉണ്ടാകണം. അപ്പോൾ വിചാരമാകുന്ന തീയിലിട്ടാണ് അതിന് മൂർച്ച കൂട്ടേണ്ടത്. എന്നിട്ട് ആ മനസ്സിൻ്റെ വൃത്തികെട്ട ചിന്താഗതികളെ മുറിച്ച് കളയണം. തേക്കുമരം എപ്രകാരമാണോ അതിൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കളഞ്ഞാൽ അത് ഉയരങ്ങളിലേക്ക് വളയാതെ പോകുന്നത്, അതേപോലെ ഉന്മനമായ അവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.